ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ്, അതായത് ഇവർ തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത് ഒരു പുതിയ ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തിനു വേണ്ടി ഈ പ്രകോപനം പാകിസ്ഥാൻ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ മിലിറ്ററിയുടെ തലപ്പത്തിരിക്കുന്ന ആളിനെയൊക്കെ ഇപ്പോൾ അവർ വളരെ സംശയത്തോടുകൂടി പാകിസ്ഥാൻ തന്നെ കാണുന്നു. പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത്രത്തോളം എതിർപ്പുണ്ടായിട്ടും എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഈ പ്രകോപനങ്ങൾ അവർ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നമ്മുടെ ഒരുപാട് വ്യോമസേനാ കേന്ദ്രങ്ങളെ തന്നെ ആക്രമിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അത് ഈ ഡ്രോണായിട്ടും അതുപോലെ തന്നെ മിസൈലുകളായിട്ടും ഒക്കെ ഒരുപാട് വർഷിച്ചു. പക്ഷെ അതിനെയൊക്കെ നമ്മുടെ വ്യോമ പ്രതിരോധ സിസ്റ്റം, അത് S-400 നമ്മുടെ റഷ്യൻ നിർമ്മിത ആ പ്രതിരോധ സിസ്റ്റം ഇതിനെല്ലാം നിഷ്ക്രിയമാക്കി അങ്ങ് കളഞ്ഞു. ഏതായാലും അതുകൊണ്ട് വേറെ നമുക്ക് വലിയ കാഷ്വാലിറ്റി ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് തന്നെ പറയാൻ. പക്ഷെ അന്നേരം അവർ ചെയ്യുന്നതൊക്കെ എന്താണ്, ഈ സിവിലിയൻ കേന്ദ്രങ്ങൾ ഇപ്പോൾ രജൌരി, ഈ പൂഞ്ച്, അതുപോലെ ഉറി തുടങ്ങിയ ആ സ്ഥലങ്ങളെല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഷെല്ലിങ് നടത്തി ഇന്നലെ തന്നെ ഏതാണ്ട് 17 പേരാണ് കൊല്ലപ്പെട്ടത്. വീണ്ടും ഇനിയും കാഷ്വാലിറ്റി ഉണ്ടാവും. കാരണം വീണ്ടും യുവന്മാരതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബുദ്ധിമുട്ടുണ്ടാവും. അതിനൊക്കെ കൂടെ തിരിച്ചുള്ള അടി ഇന്ത്യ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളരെ പ്രിസിഷനോട് കൂടിയാണ് ഓരോ അടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം തിരിച്ച് അന്നേരം തന്നെ കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഒളിച്ചിരിക്കേണ്ട ഗതികേട് വന്നു. അയാൾക്കയാളുടെ കസേരയിലിരിക്കാനുള്ള ഒരു ഭാഗ്യം ഇപ്പോൾ ഇല്ല. ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക്, രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇയാളെ മാറ്റേണ്ട ഗതികേട് പാകിസ്ഥാന് വന്നു. കാരണം അതിൻ്റെ അടുത്ത് ഒരു 20 കിലോമീറ്റർ തൊട്ടപ്പുറത്ത് വരെ ഇന്ത്യയുടെ ആക്രമണം ചെന്ന് നിന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് കൂടത്തേ ഉള്ളൂ, കുറയൊന്നും തോന്നുന്നില്ല. ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യയെ പ്രകോപിപ്പിക്കും തോറും അത്രത്തോളം ആക്രമണങ്ങൾ കൂടും. ഇനി ഇതല്ല ഇപ്പം സംഭവിക്കാൻ പോകുന്നത്. ഇവർ ഈ വല്ലവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പൈസയാണ് കേട്ടോ. ഈ കടം വാങ്ങുകയും കേട്ടോ, ഇത് യാചിച്ച് കാശുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് അതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ആലോചിക്കണം. ഇപ്പോൾ ഇന്ത്യ ഒരു നല്ലൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. കാരണം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF, അന്താരാഷ്ട്ര നാണയനിധി, ഇതിൽ നിന്ന് ഈ പാകിസ്ഥാൻ ഒരു വലിയ ലോൺ അനുവദിച്ചിരുന്നു. ആ ലോൺ ഓരോ ഘട്ടങ്ങളായിട്ടാണ് കൊടുക്കുന്നത്. അതെങ്ങനെ ചിലവാക്കുന്നു ഒരു ഘട്ടത്തിൽ നോക്കിയിട്ട് ഉള്ളൂ അടുത്ത ഘട്ടം റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ആ തുകയെന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? നമുക്ക് മനസ്സിലാക്കേണ്ടത് $700 കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ രൂപ നോക്കിക്കഴിഞ്ഞാൽ 60,000 കോടി രൂപയോളം വരും. ഇത്രയും. അപ്പോൾ ഇത്രയും പണം ഇവർക്ക് ഇതിങ്ങനെ കിട്ടുകയാണ്. ഈ ലോങ് ടേം ലോണാണ്. ഇത് തിരിച്ചൊന്നും അടയ്ക്കത്തൊന്നുമില്ല. ഇവന്മാരെ കൊണ്ട് അടയ്ക്കാനൊന്നും ഒരിക്കലും പറ്റത്തില്ല. എഴുതി തള്ളാനേ പറ്റുള്ളത്. അപ്പോൾ ഈ പണം ഇപ്പോൾ ഇവർ വാങ്ങിച്ചോ അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിയാണ്, അവരെ പട്ടിണി മാറ്റാൻ വേണ്ടി വാങ്ങിക്കുന്ന പണമാണ്. ഈ പണം എന്തിനാണ് ഇവരുപയോഗിക്കുന്നത്? ഇവരുപയോഗിക്കുന്നത് ഭീകരരെ വാർത്തെടുക്കുന്ന ഫാക്ടറികൾ സ്ഥാപിക്കാനാണ്. ഈ ഭീകരർക്ക് ചെലവിന് കൊടുക്കാനാണ്. അവർക്ക് വേണ്ടി ആയുധങ്ങൾ വാങ്ങാനാണ്. അവർക്ക് വേണ്ടി വിദേശ നിർമ്മിതമായ ആയുധങ്ങളൊക്കെ വാങ്ങി യവന്മാർ തന്നെ കൊടുക്കും. അതിനൊക്കെയാണ് ഈ പണം കൊടുക്കുന്നത്. ഇത് അടുത്ത ഘട്ടം ഇപ്പം കിട്ടാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യ ശക്തിയുക്തം ഇത് IMF-ൽ ഇത് എതിർത്താൽ അതിന് വലിയ വിലയുണ്ട്. കാരണം ഇവർക്ക് മിക്കവാറും ഇത് കിട്ടാൻ പോകുന്നില്ല. ഇനി പാകിസ്ഥാൻ കൊടും പട്ടിണിയിലേക്ക് നീങ്ങും. അതോടൊപ്പം ചെയ്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഇന്ത്യ ചെയ്യുന്നതിന് ഒരു തെറ്റും പറയാനൊക്കത്തില്ല. കാരണം ഇന്ത്യയിൽ സമാധാനപരമായ ജീവിതം യവന്മാർ സമ്മതിക്കുകയല്ല. നമ്മളെ രാജ്യത്ത് അത് അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിപ്പോൾ തിരിച്ചറിയണം. ഇന്ന് വരെയുണ്ടായ ഉപദ്രവം പോലെ അല്ല ഇനിയിപ്പോൾ ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇവർക്ക് ആ ഇന്റേണൽ ഫൈറ്റ് പാകിസ്ഥാനെ അവരുടെ തന്നെ സഹിക്കണം. അതിന് ഇടയിൽ നമ്മളെ തടയണം, നമ്മളെ ആക്രമിക്കണം. ഇതെല്ലാം ഉണ്ട്. ഈ പരിപാടികളെല്ലാം ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല, ചെലവുള്ള കാര്യവുമാണ്. ഇനിയിപ്പോൾ പല രാജ്യങ്ങളിലും നേർക്കും എക്സിലൂടെ അവർ കൈനീട്ടി ഞങ്ങളെ ഇന്ത്യ ആക്രമിക്കുന്നു, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ബുദ്ധിമുട്ടാണ്, ഞങ്ങളെ സഹായിക്കണം, സാമ്പത്തിക സഹായം വേണം. എന്നിട്ട് അതിന് പറഞ്ഞെന്തെന്നറിയോ? ഇത് കണ്ടുപിടിച്ച് നാണക്കേടായി കഴിഞ്ഞപ്പോൾ അതിന് പറയുന്നത്, ആരോ അവരുടെ എക്സിൽ അക്കൗണ്ട് പാകിസ്ഥാന്റെ ഹാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരെണ്ണം പരസ്യം ചെയ്തതാണ്, അല്ലാതെ അവരാരടുത്തും കാശ് കൈനീട്ടി ചോദിച്ചിട്ടില്ല എന്നാണ്.
ഈ യാചിച്ച് വാങ്ങുന്ന ഈ പണമെല്ലാം യവന്മാർ ചെലവഴിക്കുന്നത് ഭീകര പ്രവർത്തനത്തിനും ഇന്ത്യയിലെ അസ്ഥിരത ഉണ്ടാക്കാനും ഇന്ത്യയിൽ മതസ്പർദ്ധ വളർത്താനും ഒക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ യവന്മാര് ഏതാണ്ട് വലിയ മുസ്ലിങ്ങളെ സഹായിക്കുന്നവന്മാരാന്ന് പറയുമല്ലോ. യവന്മാരെ അടിച്ചു കൊന്നേക്കുന്നതൊക്കെ ആരെയാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ ഷെല്ലാക്രമണത്തിലൂടെയൊക്കെ ഈ നിരപരാധികളെയൊക്കെ കൊന്നൊടുക്കില്ലേ, അതൊക്കെ ആരെയാണ്? അത് മുസ്ലിങ്ങളാണ്. ഇത് മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്നുള്ളതല്ല പ്രശ്നം. ഇത് ഇവന്മാർക്ക് അങ്ങനൊന്നും ഇല്ല. ഇതിപ്പോ തെരഞ്ഞു പിടിച്ചു കൊല്ലുമായിരുന്നല്ലോ എന്നല്ലേ അവന്മാർ കാണിച്ചു കൊടുത്തേ. ഇപ്പൊ അതൊന്നും അല്ല സംഭവം. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അവന്മാർക്ക് കാട്ടിക്കൂട്ടണം. ഇവിടെ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ മരിച്ചാലും മുസ്ലിം സഹോദരങ്ങൾ മരിച്ചാലും ആര് മരിച്ചാലും ക്രിസ്ത്യൻ സഹോദരങ്ങൾ മരിച്ച എല്ലാം മരണം ഒരുപോലാണ്. മനുഷ്യരാണ്, എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. അതാണെന്നൊരു ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ഇതിപ്പോ ഇന്ത്യൻ മിലിറ്ററി എന്തിനു വേണ്ടി? അപ്പൊ ചോദിക്കും, അവിടെയൊക്കെ മുസ്ലിങ്ങളല്ലേ, മുസ്ലിങ്ങളായതുകൊണ്ട് ഞങ്ങളൊക്കെ ഇതിന് ചെയ്യണോ എന്ന് ചോദിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും വേണ്ടിയല്ലേ ഇന്ത്യൻ മിലിറ്ററി ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇന്ത്യൻ മിലിറ്ററിയുടെ ശക്തിമത്തായ തിരിച്ചടി യുവമാർക്ക് കിട്ടുന്നതുകൊണ്ട് മാത്രമല്ലേ ഇതിപ്പോ നിർത്തിവെക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഇവര്. ഇനിയിപ്പോ യുവമാർക്ക് നിർത്താതെ എന്നാലും പഠിക്കുന്ന ലക്ഷണം കാണുന്നില്ല. വീണ്ടും വീണ്ടും ഇതുപോലുള്ള ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എല്ലാം റിട്ടാലിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇന്ന് തന്നെ ജയ്സാൽമീറിൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി. അതുപോലെ പല സ്ഥലങ്ങളിലും ഇന്ന് ഇപ്പോൾ സൈറണൊക്കെ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ് വരെ. കാര്യം അവിടെ എല്ലാം അറ്റാക്ക് ഇവരുടെ ഈ മിസൈലും അതുപോലെ ഡ്രോണും ഉപയോഗിച്ചുള്ള അറ്റാക്കുകൾ നടത്തുകയാണ്. അതിനെല്ലാം നേരിടാൻ നമുക്ക് സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. നമുക്കും ബുദ്ധിമുട്ടുണ്ട്, നഷ്ടം വരും, ശരിയാണ്. പക്ഷേ ഉറക്കമുളച്ച് നമ്മുടെ സൈനികർ കാത്തു നിൽക്കുകയാണ്. ആ പ്രതിരോധ സിസ്റ്റം നോക്കുന്ന നമ്മുടെ എക്സ്പേർട്സ് അവരെല്ലാം ഉറക്കമുളച്ച് കണ്ണ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇത് നോക്കിക്കൊണ്ടിരിക്കണം, എന്നല്ലേ പറ്റുള്ളൂ. ഇതെപ്പോൾ എവിടെ നിന്ന് വരുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. യവന്മാർ ഒരു പ്രാവശ്യം അടിച്ചത് 50 എണ്ണം ഒന്നിച്ചാണ്. 50 ഡ്രോണുകൾ ഒന്നിച്ച് പറത്തിയതാണ് ഇവര്, മിസൈലുകളും. അപ്പൊ ഇത് മിസൈലൊക്കെ ഇവർ അയച്ചതിന്റെ തെളിവുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് കിട്ടി. തകർത്ത മിസൈൽ താഴെ വീണത് കിട്ടിയിട്ടുണ്ട്. അത് പാകിസ്ഥാന്റെ ആണെന്ന് അറിയുകയും ചെയ്യാം. കാരണം അത് ആര് സപ്ലൈ ചെയ്താന്നുള്ളത് തെളിവാകുന്നല്ലോ, അറിയാമല്ലോ. ആ മിസൈല് തകർന്ന് വീണത് കിട്ടി. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കാണിക്കാം. ഇനി ഞങ്ങൾ എന്തുകൊണ്ടും അനങ്ങാതിരിക്കണം. ഞങ്ങൾ ഇവരെ അടിച്ച് നിലംപരിശാക്കിയാലേ മാർഗമുള്ളൂ. ആ രീതിയിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും എന്ന് പറയേണ്ട കാര്യമാണ് നമുക്കുള്ളത്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. കാരണം ഈ ഭീകരതാവളങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭീകരരെ പടച്ചുവിടുന്ന ഫാക്ടറികളാണ് യവന്മാർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫാക്ടറി അടിച്ച് പൊട്ടിച്ചതിന് ഇവർക്ക് എന്താ ഉള്ളത്? സിവിലിയൻ കേന്ദ്രങ്ങളല്ലല്ലോ ഇന്ത്യ ആക്രമിച്ചത്. പട്ടാള കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചില്ല, അവരുടെ ഒന്നും ചെയ്തില്ല. ആദ്യം ഇതേപോലുള്ള ഐഡന്റിഫൈ ചെയ്ത 21 ഐഡന്റിഫൈ ചെയ്തതിൽ 9 അതിനകത്ത് ഇന്ത്യക്ക് വളരെ താല്പര്യമുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. അതായത് റൌഫ് അസർ. അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. മസൂദ് അസർ ഉണ്ടെന്നുള്ള ധാരണയാണ് അടിച്ച് നശിപ്പിച്ചു. അവന്റെ ബന്ധുക്കളാണ് അതിൽ പോയതെന്നൊക്കെ പറയുന്നു. ഈ മസൂദ് അസർ ഉണ്ടല്ലോ, കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ബാക്കിയുള്ളവരുടെ മയ്യത്ത് സംസ്കാരം ചടങ്ങിൽ ഇയാൾ പങ്കെടുത്തില്ല. ഇയാളുടെ കുടുംബത്തിലെ 10 പേരുണ്ടെന്നല്ലേ പറഞ്ഞേ. 10 പേര് ഇയാളുടെ കുടുംബത്തിലുള്ളതാണ്. ശരിയാണ്. അയാളുടെ സഹോദരിയും അതുപോലെ തന്നെ അയാളുടെ ബ്രദറിലോ ഉൾപ്പെടെയൊക്കെ ഉള്ള അനന്തരവനും മാരുമൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനകത്ത്. എന്നിട്ട് ഇവന്റെ പേര് വെളിവാക്കില്ല. റൌഫ് അസർ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നാണ് അറിയുന്നത്. കാരണം ഇന്ത്യക്ക് കിട്ടിയ ഒരു വലിയ ബോണസാണത്. കാരണം കണ്ടഹാർ ആ വിമാന റാഞ്ചലിനകത്ത് ഏറ്റവും അതിന്റെ മുഖ്യ സൂത്രധാരനവനാണ്. കാരണം ഈ മസൂദ് അസറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഇന്ത്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ ചെയ്തതാണ്. അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ബദ്ധപ്പാടും വളരെ വിഷമവും ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ അതിന് മറുപടി ചോദിക്കാൻ പറ്റി. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംശയമുണ്ട്, ഇവൻ അവിടെ ഉണ്ട്. ഇവന് ഈ മയ്യത്ത് സംസ്കാര ചടങ്ങുകളിലൊക്കെ പാകിസ്ഥാൻ മിലിറ്ററി പാകിസ്ഥാൻ പതാക പതപ്പിച്ചാണ് ഈ ഭീകരരെ കൊണ്ടുവന്ന് കിടത്തുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കണം നമുക്ക്. ഈ റൌഫ് അസ്വർ ഉൾപ്പെടെയുള്ള ആളുകളെ പാകിസ്ഥാൻ പതാക പതപ്പിച്ച് പാകിസ്ഥാൻ മിലിറ്ററിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്താണ് ഇവരെ അടക്കം ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്, അവരെ കർമ്മങ്ങൾ നടക്കുന്നത്. അപ്പൊ തന്നെ ഇത് ഇനി ഇവർക്ക് ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുഴുവൻ കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ യവന്മാര് ഭീകരരെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.
അങ്ങനെ കൊണ്ടു നടക്കുന്നവന് ഈ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ഇനി പണം കിട്ടുമോ? കൊടുക്കാൻ പാടുണ്ടോ? ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കൊടുക്കുന്ന പണം അവരെ ഇന്ത്യ ഉപദ്രവിക്കാനാണ്. അതിനുവേണ്ടി കൊടുക്കാൻ പാടില്ലല്ലോ, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതാണ്, ഒന്നും കൊടുക്കരുത്. അതിൻ്റെ കൂടെ ഒരു കുനുമേ കുരു എന്നുള്ളതുപോലെ ഒരു പണിയും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെനാബ് നദിയിലെ വലിയൊരു അണക്കെട്ടാണ് സലാൽ അണക്കെട്ട് എന്ന് പറയുന്ന അണക്കെട്ട്. ഈ സലാൽ അണക്കെട്ടുണ്ടല്ലോ, ഇന്നലെ മുഴുവനായിട്ട് ശരിക്കും അങ്ങ് തുറന്നു വിട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഫ്ലഡ് ആയിരിക്കും, വലിയ ഒരു കാരണം അതിന് നമുക്ക് കാര്യം പറയാനുണ്ട്. അങ്ങനെ ചോദിച്ചാൽ പോലും കാശ്മീരിൽ അത്രത്തോളം ശക്തിമത്തായ മഴയാണ്. ഡാം നിറഞ്ഞു പോയാൽ ഡാം പൊട്ടത്തില്ലേ? അപ്പോൾ അത് തുറന്നുവിടാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? അതുകൊണ്ട് തുറന്നു വിടുന്നു. പിന്നെ ഇവരോടിപ്പോൾ എപ്പം ഇത് തുറന്നു വിടും, എപ്പം അടയ്ക്കും എന്നൊന്നും പറയാൻ നമുക്ക് ബാധ്യതയില്ലല്ലോ. കാരണം ഈ ഇൻഡസ് റിവർ കരാറ്, വാട്ടർ കരാറ് നമ്മൾ അതിൽ നിന്ന് പിന്മാറുകയല്ലേ. നമ്മളത് ഇപ്പം മരവിപ്പിച്ച് വെച്ചേക്കാണ്. അതിൽ നിന്ന് പിന്മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മൾ ഇവർക്ക് കൊടുത്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അടയ്ക്കും, തോന്നുമ്പോൾ തുറന്നു വിടും. അവിടെ വരൾച്ച ഉണ്ടാവും, അതുപോലെ വെള്ളപ്പൊക്കവും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പാവങ്ങളൊക്കെ ഒരുപാട് സഹിക്കും. കൃഷികൾ അവിടെ ഉണ്ട്, ആ കൃഷിയിടങ്ങൾ നശിക്കും. അൾട്ടിമേറ്റ്ലി ഇവരുടെ പാകിസ്ഥാൻ്റെ എക്കണോമി ആണ്, സാമ്പത്തികമായിട്ടുള്ള അവരുടെ അടിത്തറയാണ് ഇതിലൂടെ തകരാൻ പോകുന്നത്. തകരണം. കാരണം ഇത് ഭീകരരെ വളർത്തുന്ന കേന്ദ്രങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെ അവർക്ക് സാമ്പത്തിക ശേഷി വേണ്ട. അത് മാത്രമല്ല, അവർക്ക് ബലൂചിസ്ഥാനിലുള്ളവരെ തടയണം, പഞ്ചാബ് പ്രവിശ്യയിലുള്ള ആളുകളെ തടയണം. ബലൂജികൾ എന്ന് പറയുന്നത് അവർ ഇൻഡിപെൻഡന്റ്, അതായത് അവർക്ക് സ്വന്തമായിട്ട് ആർമി വരുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, BLA എന്ന് പറയുന്ന ആർമി തന്നെ അവർക്കുണ്ട്. ഈ ആർമിയൊക്കെ ഇപ്പൊ ഇതിനെതിരെ, പാകിസ്ഥാനെതിരെ തന്നെ പൊരുതുകയാണ്. ഈ സമയം നോക്കിയിട്ട് അവരും കൂടെ അടിക്കുക കയറി. പഞ്ചാബില് ഇതുപോലെ തന്നെ ഉണ്ടാവും. അതായത് അത് ഒരു താലിബാന്റെ ഒരു വിഭാഗം, അത് പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ കിടക്കുന്ന ഒരു ഭാഗത്ത് ഉള്ള ആളുകളാണ്. യവന്മാരെ കൊണ്ടുള്ള ശല്യം ഇതും എല്ലാം പാകിസ്ഥാൻ സഹിക്കേണ്ടതായിട്ട് വരും. കാരണം ഭീകരതയെ പാല് കൊടുത്ത് വളർത്തുമ്പോൾ അത് എപ്പോഴായാലും അത് തിരിഞ്ഞു കുത്തും എന്ന് ഇവരാലോചിക്കണം. അത് തലയിലൊന്നുമില്ലല്ലോ, മണ്ടന്മാരല്ലേ, വെറും മണ്ടന്മാർ. അങ്ങനെ അത് ഇനിയിപ്പോൾ ഈ മണ്ടത്തരങ്ങൾ കൂടുതൽ വരും. ഇപ്പോൾ സാമ്പത്തികമായ അടിത്തറ മുഴുവൻ തകരാൻ പോവാണ്. അവിടെ കൊടും പട്ടിണിയിലേക്ക് അത് പോവും. ഇനി ഇന്ത്യയുടെ ആവശ്യത്തിന് ആയുധ ശേഖരങ്ങളുണ്ട്. ഇന്ത്യക്കല്ല അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, അതെല്ലാം ഇന്ത്യക്കുണ്ട്. പക്ഷേ ഇവർക്ക് എവിടുന്ന് വേണം? ആരടുത്തെങ്കിലും കൈ നീട്ടണം. ഈ അടിച്ചു പോകുന്ന ഈ പടക്കങ്ങളൊക്കെ അങ്ങ് തീരുമ്പോൾ ഇവനെ എന്തോ എടുത്തിട്ട് അടിക്കും. ഇപ്പം തന്നെ നല്ല വിഭാഗം അടിച്ചു തീർന്ന് കാണും കേട്ടോ. ഇത് ബോധമില്ലാതെ ചെയ്യുന്നതല്ലേ. കാരണം സ്വന്തമായിട്ട് അത് ചെലവാക്കാനുള്ള കഴിവുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതില്ലല്ലോ. ആരുടെങ്കിലും കൈനീട്ടി യാചിച്ചു കൊണ്ടുവരുന്ന പണമാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ പൊരുതാൻ. അത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നോക്കണം. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കാരണം ഒരു യുദ്ധമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്. അതിനൊക്കെ വേണ്ട സഹായങ്ങളൊക്കെ നമ്മുടെ ജനങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതൊക്കെ എല്ലാവർക്കും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരേ ഒരു രാഷ്ട്രീയം ഭാരതം, നമുക്ക് ഒരേ ഒരു മതം, അതും ഭാരതം.